പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ വിരാട് സ്വരൂപ വർണ്ണനമെന്ന ആറാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം. കഴിഞ്ഞ ദശകത്തിൽ വിരാട പുരുഷോൽപത്തി രൂപേണ ഭഗവാന്റെ സ്ഥൂല ശരീരോൽപത്തിയെപ്പറ്റി വിവരിച്ചതിന് ശേഷം മേൽപ്പത്തൂർ ഭട്ടപാദൻ ഇവിടെ ഭഗവാന്റെ ശരീരത്തിലെ അവയവ ഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉതകുന്ന രൂപത്തിൽ വർണ്ണിക്കുന്നു. ഈ 10 ശ്ലോകങ്ങളിലൂടെ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഫദ്വയം മഹാതലമദ്ഭുതാത്മൻ. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദോർധ്വദേശം അഭി ദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഈശ ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ തവ പാദതലം പാതാളം വദന്തി. ഹേ ദേവ തേ പാദോർധ്വദേശം അഭി രസാതലം വദന്തി. ഹേ അദ്ഭുതാത്മൻ ഗുൽഫദ്വയം മഹാതലം ഖലു വദന്തി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം, അർത്ഥമാണ് നാം സംഗ്രഹിക്കുന്നത് ഇവിടെ. അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഇപ്രകാരം 14 ലോകങ്ങളിലുമായി രൂപം കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ ഉള്ളൻകാലിനെ അതല സുതല വിതലാദി പാതാളമെന്ന് പറയുന്നു. അല്ലയോ പ്രകാശ സ്വരൂപ, അങ്ങയുടെ പുറവടിയെ രസാതലമെന്നും പറയുന്നു. അല്ലയോ അത്ഭുത രൂപൻ, അങ്ങയുടെ ചരണാംഘ്രിദ്വയങ്ങളെ മഹാതലമെന്നും പറയുന്നു. നമസ്തേ.